തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അഴുക്കുചാലുകൾ ഇനി റോബോട്ട് വൃത്തിയാക്കും. രാജ്യത്താദ്യമായാണ് വിമാനത്താവളങ്ങളിൽ ഇത്തരം ജോലികൾക്കായി റോബോട്ടിനെ വാങ്ങുന്നത്. ടെക്നോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ജെൻ റോബോട്ടിക്സുമായി ഇത് സംബന്ധിച്ച കരാറിലെത്തിയിട്ടുണ്ട്. ഇവർ വികസിപ്പിച്ച വിൽബോർ റോബോട്ടിനെ അടിസ്ഥാനമാക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാകും പുതിയ റോബോട്ട് നിർമ്മിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ റോബോട്ടിനെ വിമാനത്താവള അധികൃതർക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എത്ര രൂപയുടെ കരാറാണ് നടന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മാലിന്യം കൊണ്ടുപോകുന്ന കനാലുകൾ വൃത്തിയാക്കാൻ റോബോട്ടിനെ വാങ്ങണമെന്ന ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചാൻ തുടർന്നുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന ജെൻ റോബോട്ടിക്സിന്റെ റോബോട്ടുകളുടെ സേവനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ അദാനി ഗ്രൂപ്പ് അന്തിമ തീരുമാനത്തിലെത്തിയത്. നേരത്തെ അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഉത്തരേന്ത്യയിലെ ഒരു വിമാനത്താവളത്തിലെ ഓട വൃത്തിയാക്കാൻ ബൻഡിക്കൂട്ട് എന്ന റോബോട്ടിന്റെ സേവനം ഉപയോഗിച്ചതും തുണയായി. ബൻഡിക്കൂട്ട്, ഡ്രോക്കോ, മാമത്ത് എന്നീ റോബോട്ടുകളാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കാനായി നിർമ്മിച്ച ബൻഡിക്കൂട്ട്, ഡ്രാക്കോ, മാമത്ത് എന്നീ റോബോട്ടുകളാണ് ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നിർണായക പങ്ക് വഹിച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കാനായി നിർമ്മിച്ച ഡ്രാക്കോയുടെ ക്യാമറയിലാണ് കാണാതായ ജോയിയുടേതെന്ന് സംശയിച്ച മനുഷ്യ സദൃശ്യമുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞത്. എന്നാൽ പിന്നീട് ജോയിയുടെ ശരീരമല്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. മനുഷ്യ സഹായമില്ലാതെ ഓടകൾ വൃത്തിയാക്കാനായി നിർമ്മിച്ച ആദ്യ റോബോട്ടാണ് ബൻഡിക്യൂട്ട്. പാറ പോലെ ഉറച്ച മാലിന്യം പോലും തുരന്ന് മാറ്റാൻ കഴിയുന്ന റോബോട്ടാണ് വിൽബോർ. ഇതിലെ ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് മാലിന്യം നീക്കുന്നത് എളുപ്പമാക്കും. മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത മാൻഹോളുകളിലും വലിയ റിഫൈനറികൾ, ഓയിൽ ടാങ്കുകൾ തുടങ്ങിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലും ഇറങ്ങി മാലിന്യ നീക്കം നടത്താമെന്ന് ഏറ്റവും വലിയ പ്രത്യേകതയുമാകുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IP68 മെഷീൻ വിഷൻ ടെക്നോളജി ക്യാമറകൾ മാൻഹോളുകളും ഇടുങ്ങിയ ടാങ്കുകളും മറ്റും പരിശോധിക്കാൻ സഹായകമാവുകയും ചെയ്യും. നിലവിൽ മലേഷ്യയിൽ ശുചീകരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഇവ. ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തി കസ്റ്റമൈസ്ഡ് റോബോട്ടായിരിക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിന് നൽകുക. 1/2 മീറ്റർ മുതൽ എത്ര വലിയ ചാനലിലും വിൽബോറിനെ ഉപയോഗിക്കാം. വലിച്ചെടുക്കുന്ന മാലിന്യം ഉള്ളിൽ ശേഖരിക്കും. പ്ലാസ്റ്റിക് ശേഖരിക്കാൻ മുൻവശത്ത് പ്രത്യേകം ഭാഗവുമുണ്ട്. രാത്രിയിലടക്കം പ്രവർത്തിപ്പിക്കാൻ 4 നൈറ്റ് വിഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ ചാനലിനുള്ളിലെ തടസ്സങ്ങളും തകരാറുകളും കണ്ടെത്താം. ഭാവിയിൽ ഫോണിലൂടെ ചാനലിന്റെ അവസ്ഥ കാണാനാകുന്ന സംവിധാനം വികസിപ്പിക്കുകയും ചെയ്യും. ടെക്നോ പാർക്കിലായിരുന്നു വിൽബോറിന്റെ രൂപകൽപ്പന. അദാനി ഗ്രൂപ്പുമായി കമ്പനി ചൊവ്വാഴ്ച കരാറിലേർപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 മാസത്തിനകം 1 യൂണിറ്റ് നൽകണമെന്നാണ് കരാർ. പ്രവർത്തിപ്പിക്കുന്നതിന് എയർപോർട്ട് ജീവനക്കാർക്ക് ജെൻ റോബോട്ടിക്സ് പരിശീലനം നൽകുമെന്ന് CEO വിമൽ ഗോവിന്ദ് പറയുകയും ചെയ്തു. ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാദൌത്യത്തിൽ കമ്പനിയുടെ റോബോട്ടുകൾ പങ്കാളികളായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ 1 വർഷമെടുത്താണ് ഇത് നിർമ്മിച്ചത്. ജല അതോറിറ്റിയുമായി സഹകരിച്ച് കിണറുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ വിൽബോർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കിണറുകൾ നിമിഷ നേരം വൃത്തിയാക്കും. 1 വർഷം മുമ്പ് മലേഷ്യയിൽ സീവേജ് മാലിന്യം നീക്കാനായി ഇവ കയറ്റുമതിയും ചെയ്തിരുന്നു. 2018 ആരംഭിച്ച കമ്പനിയുടെ 4ാമത്തെ റോബോട്ടാണ് വിൽബോർ. മാൻഹോളുകൾ വൃത്തിയാക്കുന്ന ബാൻഡിക്കൂട്ട്, റിഫൈനറികളിൽ ഉപയോഗിക്കുന്ന ഡ്രാക്കോ, വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളം വലിച്ചെടുക്കുന്ന മാമോത്ത് എന്നിവയാണ് മറ്റുള്ളവ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.